കാലിക്കറ്റ് സർവകലാശാലയിലെ VC നിയമനം ഉടനുണ്ടാകും. നടപടി വേഗത്തിലാക്കി ലോക്ഭവൻ. VC നിയമനത്തിനുള്ള അപേക്ഷകരുമായി കൂടിക്കാഴ്ച ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടത്തും. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സർവകലാശാലകളിലെ സീനിയർ പ്രൊഫസർമാരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമാണ് അപേക്ഷകരായുള്ളത്. UGC നിയമപ്രകാരം കമ്മിറ്റി സമർപ്പിക്കുന്ന പാനലിൽ നിന്നും ഗവർണറാകും VCയെ നിയമിക്കുക. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിന് ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി VC നിയമനത്തിനുള്ള അപേക്ഷകരുമായി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വെച്ച് അഭിമുഖം നടത്തുകയാണ്. കാലിക്കറ്റ് VCയെ നിയമിക്കുന്നതോടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 4 സർവകലാശാലകളിൽ സ്ഥിരം VCമാരാകും. ഇതിനുള്ള നടപടികളാണ് ലോക്ഭവൻ വേഗത്തിലാക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ VC നിയമന കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ കാലിക്കറ്റ് സർവകലാശാല സെർച്ച് കമ്മിറ്റി ഗവർണർ നേരിട്ട് നിയമിക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് പ്രതിനിധിയെ നൽകാൻ തീരുമാനിച്ചതോടെ യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിച്ചു. ഗവർണറുടെ പ്രതിനിധിയായി ബാംഗ്ലൂർ ജവഹർലാൽ നെഹ്റു അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് സെന്ററിലെ പ്രൊഫസർ GU കുൽക്കർണി ചെയർമാനായും മുംബൈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്രൻ D കുൽക്കർണി UG പ്രതിനിധിയായും മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസർ R രാംകുമാർ യൂണിവേഴ്സിറ്റി സെനറ്റ് പ്രതിനിധിയുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 37 അപേക്ഷകരെയാണ് 2 ദിവസങ്ങളിലായി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സർവകലാശാലകളിലെ സീനിയർ പ്രൊഫസർമാരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരും അപേക്ഷകരായിട്ടുണ്ട്. കേരള ലോക്ഭവൻ ലയൻസ് ഓഫീസർക്കാണ് കമ്മിറ്റിയുടെ നടത്തിപ്പ് ചുമതല. UGC നിയമപ്രകാരം കമ്മിറ്റി സമർപ്പിക്കുന്ന 3 മുതൽ 5 വരെയുള്ള പേരുകളടങ്ങിയ പാനലിൽ നിന്ന് ഗവർണർ VCയെ നിയമിക്കും. ജനം, തിരുവനന്തപുരം.